അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന വാക്കുകളും അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊണൗണുകളും സർവനാമങ്ങളും എന്തൊക്കെയാണെങ്കിലും ആ മഹത്വം കൽപ്പിച്ചുകൊണ്ട് മാത്രമേ അള്ളാഹുവിനെ പറ്റി നീ എന്ന് പറയാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി മാത്രമേ അള്ളാഹുവിനെ പറ്റി അവൻ എന്ന് പറയാൻ പാടുള്ളൂ. നമ്മൾ പരസ്പരം നമ്മൾ അങ്ങോട്ടോട് പറഞ്ഞ പോലെ ഓൻ അങ്ങനെ യാ അല്ലാ, അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഓൻ അങ്ങനെയല്ലേ വിധിച്ചത്. എന്താ അള്ളാഹ് നമ്മളെ ചങ്ങായ നമ്മളെ കൂട്ടുകാരനെ പറ്റി പറയുന്ന പോലെ പറയണ നിങ്ങൾ? അള്ളാഹു ജല്ല ജലാലുവിനെ അവൻ എന്നും നീ എന്നും പറയുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭാഷയിൽ അങ്ങനെ പറ്റുള്ളൂ. അവർ എന്ന് പറയുമ്പോൾ കൂടുതലുണ്ടോ എന്ന് തോന്നിപ്പോകും. കാരണം ഒന്നിലേറെ ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. ഏകത്വമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അതിനു വേണ്ടി ആ വാക്കുകൾ പോലും അങ്ങനെയാണ്. അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്ന് പറയാനാ, താങ്കൾ, അങ്ങ് എന്നൊക്കെ പറയാൻ നമുക്ക് ആഗ്രഹം. അങ്ങ് എന്നൊക്കെ പറയാൻ പറ്റും തോന്നുന്നുണ്ട്. നേരെ മറിച്ച് ബാക്കിയുള്ള അവർ എന്നൊക്കെ പറയുമ്പോൾ പ്ലൂരാലിറ്റി തോന്നിപ്പോകും. ഒന്നിലേറെ ഉണ്ടോ എന്ന് തോന്നിപ്പോകും ഒരാൾക്ക്. വേണമെങ്കിൽ അങ്ങനെ തോന്നാം. അതിൻ്റെ പേര് അവിടെ പോലും വരണ്ട. അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് താമ്മാണ്, പരിപൂർണമായും അള്ളാഹു ഏകനാണ്. അതുകൊണ്ടാണ് ഏകത്വം സൂചിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നല്ലാതെ അള്ളാഹു ചെറുതായതുകൊണ്ടോ അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ടെന്നതുകൊണ്ടോ അല്ല.